മിലിറ്ററിയാ. നമ്മളെ മേലെ വീട്ടിലെ തോമസിന്റെ മോൻ വന്നപ്പോ കൊണ്ടുവന്നാ. ഒന്നുകൂടെ വയ്ക്കട്ടെ. അയ്യോ മതി, മണക്കും. ഈ മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല. ആ പറഞ്ഞത് ശരിയാ, മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല, പക്ഷെ വാ മണക്കും. എടോ അച്ചുവേ, അവള് പോലീസ് നായുടെ എനവാ, മണത്ത് പിടിക്കും. എന്തായാലും ഇന്ന് നമ്മൾ അടിക്കുന്ന അവൾക്കറിയാം. അവിടെ നല്ല ഞാൻ തണുത്ത വെള്ളം എടുത്തോണ്ട് വന്നേ. അയ്യോ കഴിഞ്ഞു. അതെ, ഒന്നടിച്ചാലും രണ്ടടിച്ചാലും മണക്കും. അപ്പൊ പിന്നെ മൂന്നായാലും എന്താ? നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ അച്ചു. ഞാനത് ചെയ്യോ? ഇതും കൂടി എന്റെ വലിക്ക്. വേണ്ടടാ അച്ചു, അവൾ എന്നെ ചീത്ത പറയും. അറിഞ്ഞെങ്കിലും അല്ലേ ചീത്ത പറയൂ. അത് ഞാൻ നോക്കിക്കോളാം. തമാശ കാണിക്കാണ്ട് വലിക്ക്. എനിക്ക് പോണം. വേണ്ട അച്ചു. പിടിക്കേന്ന്. ഇനി വായം തുറക്ക്. എന്തിനാ തുറക്കേന്ന്? അയ്യോ വേണ്ട വേണ്ട വേണ്ട, വിക്സ് ഒക്കെ ഞാൻ തന്നെ പ്രതിക്കോളാം. ഉള്ളോട്ട് ഉള്ളോട്ട്. ഇനി ശാരദല്ല ദമയന്തി ഒന്നാ പോലും പിടിക്കാൻ പറ്റില്ല. അതെ, ഞാൻ 20 കൊല്ലം അതിന്റെ ഭാര്യയെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. 20 കൊല്ലം. ഒരു കുഴപ്പമില്ലാന്ന്, ചെറിയൊരു നീറ്റലുണ്ടാവും. അത് പ്രശ്നമാക്കണ്ട. എന്നാ പിന്നെ അലയം വിട്ടോ, നമുക്ക് പിന്നെ കാണാം. അപ്പൊ നീ വരുന്നില്ലേ? ഞാനിപ്പോ വന്നാൽ ശരിയാവില്ല. ചേട്ടൻ പോയിക്കോ. പിന്നെ ഞാനായിരുന്നു കൂട്ടുകയെന്ന് ശാരദയോട് പറയണ്ട. എടാ ദുഷ്ട, 2 പെക്കിനൊക്കെ ശാരദയെ പിടിച്ചാലോ? അപ്പൊ ഇയാള് 4 പെക്കൊക്കെ എങ്ങനെ അടിക്കുക? ഇന്നെന്താണ് വല്ലാത്തൊരു നോട്ടം? അല്ല, ഈ വിയർക്കണ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ. അടിച്ചു അല്ലേ? ഏയ്, ഞാൻ അടിച്ചില്ല. വെറുതെ അച്ചുവായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു. ദേ കള്ളം പറയരുത്. തണുത്ത വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു കരുതി ഞാൻ ഒന്നും പറയില്ല. പക്ഷെ നുണ പറയരുത്. അടിച്ചു ഒന്ന്. ദേ വീണ്ടും കള്ളം പറഞ്ഞു. അത് പിന്നെ അച്ചു നിർബന്ധിച്ചപ്പോ. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ 4 വർത്താനം പറയുന്നുണ്ട്. അയ്യോ ഒന്നും പറയല്ലേടോ, ഇന്ന് വിഷു അല്ലേ. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീ ചോറെടുത്ത് നോക്ക്. വല്ലാത്ത വിശപ്പ്. ഇന്ന് നമുക്കൊന്നും ചിരിക്കാം. എത്രയായി? എത്രയായി? 40 രൂപ. 40 രൂപ. ഇവിടെ വരെ വരുന്നതിന് 20 രൂപയുള്ളൂ. അതെ, ഇങ്ങോട്ട് വരുന്നതിന് 20, പോകുന്നതിന് 20. ആരാ പറഞ്ഞ നിന്നോട് തിരിച്ചു പോവാൻ? നീ ഇവിടെ കിടന്നോടാ, അത് കൊടുത്താ മതി. പിടിച്ചോ. അല്ല ദരിദ്ര. നീ എന്തിനാടാ സുമാരായിട്ട് വളർക്കണ്ടായി? വിഷമം കൊണ്ടാടാ, മനസ്സിലെ വിഷമം കൊണ്ട്. അവന്റെ ഒപ്പം പണിയെന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തിനാ. പാലക്കാടുള്ളവന്റെ അളിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞ്, പീരുമേടുള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ച്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ. പിന്നെ എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവുമായിരിക്കും? നീ വിഷമിക്കണ്ട, നിനക്കൊരു അവസരം ഉണ്ടാവും. എന്തവസരം? നിന്റെ അച്ഛനും പനമെന്നല്ലേ കാരണേ, വീഴാതിരിക്കില്ല. വെയിറ്റ് ചെയ്യേ. പിന്നെ വേറൊരു കാര്യമുണ്ട്. നിന്റെ വീടെത്തി, നീ കള്ളു കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഡീസന്റ് ആയിരിക്കണം. അതിനെന്താ സംശയം? ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റാ. എടി മനുഷ്യ കൊയ്യാളെ ഇറങ്ങി വരാൻ. എടി പിട്ടക്കാരി, ഇങ്ങനെ ഇറങ്ങി വാടി. അവളെ ഇങ്ങട് വാടി. ഇങ്ങട് വെളിയിൽ കിടന്ന് വിളിച്ചു പോണ്ട, അകത്ത് കയറിയിരിക്കും. ആൾക്കാർ കേൾക്കും. കേക്കട്ടെ എന്റെ സങ്കടം. അകത്ത് കയറി മധുമതി ആഘോഷിക്കാൻ വന്നവരല്ല ഞാൻ. നീ എന്റെ കെട്ടിയോളല്ലേ? ആണെങ്കിലേ പറഞ്ഞ സ്ത്രീധനം തരുമായിരുന്നു. എവിടെ തരാൻ? നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ആഹാ, കണ്ണും കൈയും കാലും കാട്ടി നീ എന്നെ സൗന്ദര്യത്തെ ലൈൻ കമ്പി പോലെ വളച്ചിട്ടേ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. അത് മതി. ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോയാ മതി. നിനക്ക് എന്റെ വക 2 കുട്ടികളും ഫ്രീയാ. ആരും തരുടോ ഇങ്ങനെയൊക്കെ? നിങ്ങൾ അങ്ങോട്ടൊന്ന് ചെന്നേ. ഞാൻ ചെന്നാലൊന്നും ആ ബഹളം തീരില്ല. അത് തീരണമെന്നുണ്ടെങ്കിലേ അവൻ കുടിച്ച വെള്ളം തലേന്ന് ഇറങ്ങണം. നീ വാതിലടയ്ക്ക്. തലവിധി.
ഇല്ലെങ്കിൽ വേണ്ട. തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്. പോണ്ടേ നമുക്ക്? ശ്രീധനം വാങ്ങുന്നില്ലേ? ഭയങ്കര ചൂട്. ആ ഇന്നലെ രാത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? എന്നെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ. മതി, പതുക്കെ വന്നാ മതി. പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോൽ ഇങ്ങതാ. എന്താ മൂന്നേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി? ഏയ്, പെട്ടെന്നൊരു യുദ്ധം വന്നാ നമ്മൾ എന്താ ചെയ്യാന്ന് ഭാര്യയോട് ചോദിക്കായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചിലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും. അപ്പൊ ഇത്തിരി അടിക്കും. എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ പോവണ്ട, 2 ദിവസം കഴിഞ്ഞു പോയാ മതി. ഞാനൊന്ന് റെഡി ആവട്ടെ. അയ്യോ. അതെ, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, താക്കോല് തരാം. വേണ്ട, ഞാൻ പോണില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പശു വാല് പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദനെ നന്നായിട്ട് അറിയാം. ആ കളി എന്നോട് വേണ്ടേ. ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടും. ആട്ടെ, എന്റെ അച്ഛൻ പോയോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്തായാലും എന്നെപ്പ കാണണ്ട. അയ്യോ, എന്റെ അമ്മേ. അഖിലേ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛൻ നടന്നോളൂ, ഞാൻ റെഡി ആയിട്ടില്ല. അവളുടെ മേക്കപ്പ് തീരട്ടെ. ദേ അമ്മേ, കളിയാക്കണ്ട കേട്ടോ, അസൂയ. ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന്. അതെന്തായിന്ന് ചോദിക്കണം. ശരി, സമയം കിട്ടിയാ കേറാം. വരട്ടെ. വിഷ്ണുട്ടാ, ഞാൻ വൈകിയോ? ദേ അധികം വീർപ്പിക്കണ്ട, പൊട്ടിപ്പോവും. അല്ല, ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? എനിക്ക് സൗകര്യമില്ല. അയ്യടാ, എന്നാ സാറിന്റെ സമയം സൗകര്യം പറഞ്ഞാ വന്ന് കണ്ടോളാം. നീ രാവിലെ എന്നെ കളിയാക്കുക. അയ്യോ, തോന്നിയോ? ദേ, നീ എന്നെ അധികം പഠിപ്പിക്കല്ലേ. ഇല്ല, പഠിപ്പിക്കുന്നില്ല. വന്ന് വണ്ടി കയറ്. ആഹാ, ദേ വലിയ പത്രാസ് ഒന്നും കാണിക്കണ്ട. ഞാനും ഒരു വണ്ടി മേടിക്കും. അത് ഇതുപോലെ ആട്ടോ എന്നായിരിക്കില്ല, കാർ മേടിക്കും. എന്നിട്ട് വിഷ്ണുവേട്ടനെ അതിലിരുത്തി ഒരു പറപ്പിക്കലുണ്ട്. എത്ര മധുരമായ നടക്കാത്ത സ്വപ്നം. ഓ, ഞാൻ വാങ്ങും. എനിക്ക് ജോലി കിട്ടട്ടെ, സത്യം. ഈ മയിലാടുന്നത് കൊണ്ട് കോഴി ആടിയാ കോഴിയുടെ തല പോകും, മനസ്സിലായോ? ഓ, ഞാൻ വെറുതെ പറഞ്ഞതാടി എന്റെ കമ്പ്യൂട്ടർ പെണ്ണെ. ഞാനിനി മിണ്ടില്ല. ഇപ്പൊ വാദി പ്രതിയായോ? വാ പോകാം, വണ്ടി കയറി. ഉം.